നാളെ ഹൈറിച്ചിന്റെ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹൈറിച്ചോളികളെ സംബന്ധിച്ചിടത്തോളം കേസോട് കേസാണ്. അപ്പോൾ മുഴുവൻ പ്രാർത്ഥനയായിരിക്കും. ഇന്നു മുതലേ പ്രാർത്ഥന തുടങ്ങിക്കോളി. നാളെ ഇവരുടെ 3 പ്രധാനപ്പെട്ട കേസുകൾ ഞാൻ പറയാം. ഒന്നാമതായി ഇവരുടെ ദൈവം നാളെ EDയുടെ കസ്റ്റഡിയിലേക്ക് കിട്ടുകയാണ്. അപ്പോൾ കസ്റ്റഡിയുടെ അപേക്ഷയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വക്കീലിൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ ലീഡർമാർക്കെതിരെ കേസെടുക്കുന്നു എന്നുള്ള, ലീഡർമാർക്കെതിരെ ബഡ്സ് കേസ് ചാർത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള 2 കേസുകൾ, ഇതിൽ 38ഓളം ലീഡർമാർ കണ്ണൂർ ജില്ലയിലും 88ഓളം ലീഡർമാർക്കെതിരെ കാസർഗോഡ് ജില്ലയിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അപകടം മണത്തിരിക്കുന്ന ലീഡർമാരെ കമ്പനിയെ സമീപിച്ച് കമ്പനിയെ കൊണ്ട് ഒരു കേസ് കൊടുപ്പിക്കുകയാണ്. ക്രിമിനൽ റിട്ട് പെറ്റീഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കമ്പനിക്കെതിരെ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിക്കേണ്ട, നമ്മളൊക്കെ വലിയ ടീമാണ്, അതുകൊണ്ട് CBI മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് അടുത്ത സിറ്റിങ്ങിൽ ഈ ഒരു കാര്യം തെറ്റാണെന്ന് ഗവൺമെൻറ് വക്കീൽ പറയുകയും CBI അന്വേഷണം തുടങ്ങിയിട്ടില്ല എന്നും, അതുകൊണ്ട് കേരള പോലീസിന് അന്വേഷണം നടത്താം, പോലീസ് സ്റ്റേഷനിൽ ആർക്കും തന്നെ പരാതിയുമായി ചെല്ലാമെന്നും യുവന്മാർക്കെതിരെയോ അല്ലെങ്കിൽ ഇതിനെ കൂട്ടുനിന്ന ആൾക്കാർക്കെതിരെയോ കേസ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലീസിനുണ്ട് എന്നുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻറ്റ്, ഇടക്കാല ഉത്തരവ് ആ ഒരു നീക്കം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ 16-ാം തീയതിയാണ് ഉണ്ടായിരുന്നത്. ഒരു മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്ന ഒരു കേസാണ് 17-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ CBIയുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇത് ബെച്ചു കുര്യൻ സാറിൻ്റെ ബെഞ്ചിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കേസ് ഐറ്റം നമ്പർ 272 ആണ്. അപ്പോൾ രാവിലെ തന്നെ പിന്നെ EDയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വക്കീലിൻ്റെ ആവശ്യമുണ്ട്. അതിനുശേഷം ബെച്ചു കുര്യൻ സാറിൻ്റെ ബെഞ്ചിൽ 272-ാമത്തെ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് വക്കീലിൻ്റെ ആവശ്യമുണ്ട്. അതിനുശേഷമാണ് 372-ാമത്തെ കേസ്. 372-ാമത്തെ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് വിജയ് അരുണിൻ്റെ ബെഞ്ചിലും വക്കീലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നാളെ കേസോട് കേസാണ്. VG അരുണിൻ്റെ ബെഞ്ചിലെ 372-ാമതാണ് ഈ കേസ് നമ്പർ. അപ്പോൾ നാളെ വൈകിട്ട് വരെ ഹൈറിച്ചോളികൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതായിരിക്കും എന്നാണ് ഇപ്പോൾ തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചോളൂ, 3 കേസുകളും കോഞ്ഞാട്ടി ആവാൻ വേണ്ടിയിട്ട്. എന്തായാലും 2 ദിവസം പ്രതാപൻ EDയുടെ കസ്റ്റഡിയിലുണ്ടാവും. ചിലപ്പോൾ കൊതുകടികൾ സഹിക്കാൻ വയ്യാതെ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ സാധ്യതയുണ്ട്. തുറന്നു പറയുകയാണെങ്കിൽ അറസ്റ്റിലാകുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. നീ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ സംശയമുള്ള എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ മറ്റ് 2 കേസുകളിൽ വലിയ കാര്യമൊന്നുമില്ല. CBIയുടെ പിന്നെ തീരുമാനം എന്തായാലും CBI അന്വേഷിക്കാൻ തന്നെയാണ് സാധ്യത. മറ്റുള്ളത് ഇവർ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. അത് മിക്കവാറും മാറ്റിവെക്കും എന്നുള്ളത് തന്നെയാണ്. മാറ്റിവെക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ മാറ്റിവെക്കും, അല്ലെങ്കിൽ അതിലും തീരുമാനം ഉണ്ടാവും. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് ജഡ്ജ്മെൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ രണ്ടാമതും ഫ്രീസ് ചെയ്ത് ഇവരെ രണ്ടാമതും പൂട്ടിക്കെട്ടാമെന്ന് ആ ഓർഡർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പോയി നോക്കടാ എന്ന് പറയും. ബൈ.